ശ്രീ ഉല്ലാസ് കോവൂർ, ഇപ്പോ ഈ സ്കൂളിന്റെ പരിമിതാവസ്ഥ, ഈ സ്കൂളിന്റെ പ്രശ്നങ്ങൾ, പരിമിതി, സമയമില്ലാത്തതുകൊണ്ടാണ് ശങ്കുവിനോട് ക്ഷമിക്കണം, ഇതെല്ലാം നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഈ തരത്തിൽ വീണ്ടും അവിടെ പ്രവർത്തനം തുടരുക എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഞെട്ടൽ രേഖപ്പെടുത്തിയ പരിമിത സാഹചര്യങ്ങൾ. അതങ്ങനെ തന്നെ തുടർന്നു പോവുക എന്നുള്ളതാണ്. ഞാൻ വരാം. മാധു, ഇവിടെ മാനവികമായി നമുക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്തിനും മൂടിക്കെട്ടി അതിനെ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളൊരു നിലപാട് എനിക്കില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് RSBയുടെ തിരുവനന്തപുരത്തെ പട്ടത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്ന ക്യാപ്സൂൾ വിളമ്പാനല്ല. ഞാൻ 2 ദിവസമായി എൻ്റെ ഒരു കുഞ്ഞ്, എൻ്റേത് കൂടിയായ എൻ്റെ നാട്ടുകാരൻ, ഞാൻ പഠിച്ച സ്കൂൾ, 2 ദിവസമായി ഞാൻ ആ കുഞ്ഞിൻ്റെ ഒപ്പമാണ്. ആ കുഞ്ഞ് ആ തണുത്തു മരവിച്ച് ശാസ്താംകോട്ട താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ മോർച്ചറി റൂമിൽ തണുത്ത് ശീതീകരിക്കപ്പെട്ട നിലയിൽ ഇരിക്കുമ്പോൾ ആ മരണവിവരം അറിഞ്ഞ മന്ത്രി ആനന്ദ നൃത്തമാടിയെങ്കിൽ അത് അധികാരത്തിൻ്റെ ഉന്മാദമാണ് എന്ന് ഞാൻ പറയും. അത് അധികാരത്തിൻ്റെ ഉന്മാദമാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഞങ്ങളെന്താ കാരണഭൂതൻ പാട്ട് പാടണോ? ഞങ്ങൾ കാരണഭൂതൻ പാട്ട് പാടണോ? CM-നോട് ചോദിച്ചല്ലോ തേവലക്കര കുട്ടിയുടെ മരണത്തെക്കുറിച്ച്. ഓ എന്നല്ലേ തമ്പ്രാൻ മൂളിയത്? അത് അധികാരത്തിൻ്റെ ഉന്മാദമാണ്, ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും. അപ്പം അതുകൊണ്ട് ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ആ സ്കൂളിലേക്ക് വരൂ. മാധു ദൃശ്യങ്ങൾ കണ്ടതല്ലേ? അപ്പം ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾ മറ്റെന്തോ ആശയം പറയുകയാണെന്നാണോ? യാഥാർത്ഥ്യങ്ങളല്ലേ? ഈ യാഥാർത്ഥ്യങ്ങളോട് എങ്ങനെ മുഖം തിരിക്കാൻ? മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത നമുക്ക് കഴിയില്ല. മനുഷ്യത്വം അല്പമെങ്കിലും ഉള്ളവരാണ്. അതുകൊണ്ടാണ് ആമുഖമായി ഞാൻ ആ ഫോട്ടോ പ്രദർശിപ്പിച്ചത്. മനുഷ്യത്വമുള്ള ഒരാൾക്ക് ആകാശം കാണുന്ന ഭിത്തികൾ വിണ്ടുകീറിയ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഫോട്ടോഷൂട്ട് നടത്തണമെങ്കിൽ അധികാരത്തിന് ഉന്മാദമല്ലേ മാധു? അത് പറയണ്ടേ? അതുകൊണ്ട് അത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഞാൻ ആവർത്തിക്കുന്നു, ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഈ കൊലയ്ക്ക് ഉത്തരവാദികളായവർ ഈ വീട്ടിലേക്ക് കയറി ഫോട്ടോ എടുത്തെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും മാധു. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരു മിനിറ്റ് ചുരുക്കി പറയണമേ.